ഹായ് എവരി വൺ. അപ്പോൾ നാളെ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ഒരുപാട് ബ്ലെസ്സിങ്സും മാജിക്സും അതുപോലെ റീബർത്ത്, ട്രാൻസ്ഫോർമേഷൻസ്, ചേഞ്ചൊക്കെ കൊണ്ടുവരുന്നതാണ്. നല്ല രീതിയിൽ ഹീൽ ചെയ്ത് പോയ മക്കളാണെങ്കിൽ, ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം ഒരു ബ്ലെസ്സിങ്സ് കിട്ടാനും ഒരു ഭയങ്കര ഇന്നർ പീസ് കിട്ടാനൊക്കെ സാധ്യത വളരെ ഹൈ ആണ് കേട്ടോ. ഓക്കെ, പുതിയ പ്രൊജക്ട്സ് വരാനും മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ്, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങുന്നൊരു നമുക്കൊരു പ്രത്യേക ഒരു ഉള്ളിൽ നിന്നൊരു ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ഐഡിയാസ് കാണുന്നു. നിങ്ങൾക്ക് ഭയങ്കര തേഴ്സ്റ്റ് ഫോർ നോളജ്, എന്തെങ്കിലുമൊക്കെ പഠിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ളൊരു പാഷനിലേക്കൊക്കെ ഇൻവോൾവ് ആയി പോകാനും നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ആ ഒരു അത് നിങ്ങൾ ട്രാൻസ്ഫോർമേഷനാണ് കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഉള്ള നിങ്ങളല്ല ശരിക്കുള്ള നിങ്ങൾ. അപ്പോൾ 4 years മുന്നേ ഉണ്ടായിരുന്ന ഞാനല്ല ഇപ്പോൾ. മീൻസ് എനിക്കൊരുപാട് ക്ലാരിറ്റി വന്നു. ഞാൻ വിചാരിച്ചിരുന്ന ലൈഫല്ല, എന്താണ് റിയൽ ലൈഫ്, എന്താണ് ഫേക്ക് ലൈഫ് എന്ന് രണ്ടും നമുക്ക് കാണിച്ചു തരാണ്. എവേക്കിലൂടെ കടന്നു പോകുന്ന പേഴ്സണ് എന്താണ് ശരിക്കുള്ള എർത്ത് ബൗണ്ട് ലൈഫ്, എന്താണ് 5Dയിലുള്ള ലൈഫിലുള്ള ഡിഫറൻസസും അതിൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അതിലൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റീബർത്ത് വരുമ്പോൾ ഇപ്പോൾ ഈ പാമ്പിൻ്റെ സ്കിന്ന് ഷെഡ് ചെയ്ത് പോകുന്ന സമയത്ത് അത് വലിയ സുഖമുള്ള ഏർപ്പാടല്ല. കുറച്ച് കഷ്ടപ്പാടുകളും വേദനയും പെയിൻസും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ഒരുപാട് അച്ചീവ്മെൻറ്റ്സും ഒരുപാട് ബ്ലെസ്സിങ്സും നിങ്ങൾ മാജിക് പോലെ ലൈഫിൽ വരുന്നുണ്ട്. ഡെത്ത്, യെസ്, ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ. ഞാൻ നിങ്ങളോട് ഇങ്ങനെ വോയിസ് ഇടുന്ന സമയത്ത് ചുമ്മാ ഞാൻ കാർഡ്സ് ഇടയിൽ കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഇതുപോലെ ന്യൂ കാര്യങ്ങൾ, പുതിയത് അതിനെയാണ് കാണിക്കുന്നത്. ഫെയിലിയർ ഉണ്ടാവാം, അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസ് ഉണ്ടാവും, ചേഞ്ച് ഉണ്ടായിരിക്കും, ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. എൻഡിങ്സ് ഉണ്ടായിരിക്കും, ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ അതൊന്നും വരുമ്പോൾ പേടിക്കേണ്ട, പെട്ടെന്ന് ജോലി പോവാം. യെസ്, എന്തുകൊണ്ടാണ് വേൾഡ് കാർഡ് വന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി പോകുന്നത്? നിങ്ങൾ വൈബ്രേഷൻസ് ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിനി അവിടെയല്ല സ്റ്റിക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നെക്സ്റ്റ് പടിയിലേക്ക് പോകണം. അപ്പോൾ സക്സസ്, കംപ്ലീഷൻ, നിങ്ങളുടെ ഒരുപാട് കാർമിക് കോൺട്രാക്ട്സ്, കാർമിക് സൈക്കിൾസ് എൻഡ് ആകുന്നു, പുതിയ ഒരു ഫേസ് ഓപ്പൺ ആകുന്നു, പെർഫെക്ഷൻ, റെക്കഗ്നീഷൻ, നിങ്ങളെ ആൾക്കാർ റെക്കഗ്നൈസ്ഡ് ആവാൻ തുടങ്ങി. മേ ബി നിങ്ങൾ ചെയ്യുന്ന കരിയറിൽ നിന്നായിരിക്കില്ല, ലൈഫ് പർപ്പസിൽ നിന്നായിരിക്കില്ല, നിങ്ങളുടെ സോൾ പർപ്പസിൽ നിന്നാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. ഓരോ പേരും നമ്മുടെ അടുത്ത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു ആളെ കാണുമ്പോൾ പഴയതുപോലെ ഞാനൊന്നും സംസാരിക്കുന്ന ടൈപ്പായിരുന്നില്ല പണ്ടൊക്കെ. എൻ്റെ അമ്മയും അമ്മയൊക്കെ നന്നായി സംസാരിക്കും. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. കാരണം എൻ്റെ ചൈൽഡ് വോൺസ് എനിക്ക് ഭയങ്കര ഈഗോസ്റ്റിക്കായിരുന്നു. കാരണം ആൾക്കാർ സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാത്ത ആളാണെങ്കിൽ ജസ്റ്റ് ഒരു പുഞ്ചിരി കൊടുക്കാറുണ്ട്. ഒരു സമയത്ത് അവരുടെ കോൺവെർസേഷൻ വരും. ചില സ്ഥലത്ത് വരുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ആ ഒരു ടോക്ക് പഴയ ടോക്കല്ലല്ലോ, ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു ക്ലാരിറ്റിയോടെ സംസാരിക്കുമ്പോൾ അവർക്കൊരു വെളിച്ചം വരുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എല്ലാവരും പുഞ്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ചോദിക്കും, എന്താ ഇപ്പോൾ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനൊരു കാര്യമാണ് സോൾ പർപ്പസ് ചെയ്യുന്നത്. ആദ്യം എനിക്ക് സോൾ പർപ്പസ് പറയാൻ മടിയായിരുന്നു. കാരണം ചെറിയൊരു പ്രായത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ അംഗീകരിക്കും, മനസ്സിലായോ, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ ഞാനൊന്നും മടിയില്ല കേട്ടോ. കാരണം അതൊരു ഫേസാണ്. എനിക്ക് ആദ്യം സൊസൈറ്റി കോൺഷ്യസ്നസ് ഉണ്ടായിരുന്നു. കാരണം സോൾ പർപ്പസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒന്നും ഇടില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ് കാണുമ്പോൾ അവരുടെയൊക്കെ കളിയാക്കാറുണ്ട്, നിനക്ക് ഇത് പൈസക്കാലത്ത് ചെയ്യേണ്ട കാര്യമല്ല, ഈ ഒരു ഭക്തി എന്നാണ് അവർക്ക് അറിയുള്ളൂ, സ്പിരിച്വൽ കാര്യങ്ങൾ. കുറേ പേരൊക്കെ അതിനെ സപ്പോർട്ട് മീൻസ് അവരെല്ലാം നോക്കി പറയുമൊന്നുമില്ല, പക്ഷെ അവർ ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലവർ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ നിന്ന് റീഡിങ്സൊക്കെ എടുക്കാറുണ്ട്, മനസ്സിലായോ. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ഫേസസാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ. ഞാൻ എന്നെ ഒരു സമയം വീക്ഷിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സൊസൈറ്റി കോൺഷ്യസ്നെസ് മാറി ഇപ്പോൾ ആര് കണ്ടാലും യെസ് ഞാൻ ഇതാണ് ചെയ്യുന്നത്, ഇപ്പോൾ കറൻറ്റ് ഇതാണ് ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ പർപ്പസ് ഇതാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ചാനൽ ചോദിക്കും, ചിലപ്പോൾ ഫോളോ ചെയ്യാറുണ്ട്, ചിലപ്പോൾ അവിടെ നിന്ന് റീഡിങ്സ് വരാറുണ്ട്. അങ്ങനെ പല കുഞ്ഞു ഇൻസ്റ്റൻസ് കാര്യങ്ങൾ പോലും നമുക്ക് ഇനി വരുന്നതൊക്കെ എങ്ങനെയായിരിക്കും, സോൾ ട്രൈബായിരിക്കും. അല്ലെങ്കിൽ വളരെ പെയിൻഫുൾ സിറ്റുവേഷനിൽ പോകുന്ന പേഴ്സൺസ് പോലും നമ്മുടെ കൺമുമ്പിൽ വന്നു വരാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് ചേഞ്ചസ്, അല്ലെങ്കിൽ അവർക്ക് ചേഞ്ചസ് അവർക്ക് വെളിച്ചം കൊണ്ടുവരാനുള്ള സോൾ പർപ്പസ് ആയിരിക്കാം. ഇപ്പോൾ വരുന്ന മിക്ക ആൾക്കാരും ഇങ്ങനത്തെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻവോൾവ് ആകാൻ ആഗ്രഹിക്കുന്ന സോളുകളാണ് കണ്ടുമുട്ടുന്നതൊക്കെ. ഓക്കെ, എൻ്റെ പപ്പയുടെയും ഫ്രണ്ട്സോടൊക്കെ പപ്പ പറയുമ്പോഴൊക്കെ ചിലവർ എൻ്റെ അടുത്ത് റീഡിങ്സ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ മനസ്സിലായോ, അപ്പോൾ നമ്മളുടെ അത്ര ചെറിയ കുട്ടിയിൽ നിന്നൊക്കെ റീഡിങ്സ് എടുക്കുമ്പോൾ എന്തായിരിക്കും അവർക്ക് ആ ഒരു ബോണ്ടല്ലേ, അതൊക്കെ ഡിവൈൻ്റെ ഒരു ഇതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒരുപാട് കംപ്ലീഷൻസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ലൈഫ്
നമുക്ക് ഇൻറ്റേർണൽ ലൈഫ് കംപ്ലീറ്റഡ് ആവുന്ന പോലെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻസ്. മറ്റേ ലൈഫ് പർപ്പസ് ഒക്കെ ചെയ്യുമ്പോൾ ഫിക്സഡ് സാലറി ഉണ്ട്, ആ സാലറി കിട്ടുമ്പോഴാണ് സന്തോഷം വരിക. പക്ഷേ ഇവിടെ സോൾ പർപ്പസ് ചെയ്യുമ്പോൾ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഹീലിംഗ്. ഇന്നൊരു റീഡിങ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലയൻറ്റിൻ്റെയാണ് കൺഫർമേഷൻ വന്നതാണ്. അപ്പോൾ കൺഫർമേഷൻ റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ കുറേ ക്യാരക്ടേഴ്സ് കാർഡിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. കറക്റ്റാണ്, അത് പറഞ്ഞത് അതേ കറക്റ്റാണ്. കാരണം അങ്ങനത്തെ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ എത്താൻ പറ്റിയത് സോൾ പർപ്പസാണ്, ഡിവൈനിൽ നിന്നുള്ള ആ ഒരു ഗൈഡൻസസ്, നമ്മുടെ ഇന്നർ വർക്കാണ്. മനസ്സിലായി? അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങുക. കാരണം ഇന്നർ വർക്കാണ് നമ്മളിവിടെ എത്തിക്കുന്നത്. എന്നെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്തതും ഇന്നർ വർക്കാണ്. സോ എനിക്ക് എല്ലാവരോടും പറയാൻ നന്നായിട്ട് നിങ്ങളുടെ സോളോ ലൈഫാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ലോകത്ത് ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കേണ്ടി മരിക്കാനുള്ളതില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യും പല രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സോളുമായിട്ട് കണക്ട് ചെയ്ത് പല കാര്യങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക. അത്രയും പറ്റാതെ മാത്രം നിങ്ങൾ ഹീലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. അല്ലാതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇത് കണ്ടു, ഡ്രീംസിൽ ഞാൻ ഇത് കണ്ടു, ഇതെന്താ, അപ്പോൾ നിങ്ങൾക്ക് സ്വയം ചോദിച്ചുകൂടെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്തുകൂടാ? അങ്ങനെ സ്വയം ചോദിക്കുമ്പോഴാണ് പല ചോദ്യങ്ങളും ഉത്തരങ്ങൾ ക്ലാരിറ്റിയോടെ വരുന്നത്. ഉത്തരവൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ ചോദിച്ചാൽ എല്ലാവർക്കും തരാൻ സാധിക്കും സോളിന്. സോ സോളുമായിട്ട് എപ്പോഴും സംസാരിക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ക്രിസ്മസിന് കൊണ്ടുവരുന്ന കളക്റ്റീവ് മെസ്സേജസ് ഒരു കാർഡ് വന്നു, സ്ട്രെങ്ത് ഇല്ലാത്ത ആളുകൾക്ക് സ്ട്രെങ്ത് വരുന്നുണ്ട്, റൂട്ട് ചക്ര ബാലൻസ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ ഹീറോയിസം അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു പവറിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻഫ്ലുവൻസ്, കമ്പാഷൻ അല്ലേ, കമ്പാഷനോട് ഇപ്പോൾ ഒരുപാട് പേര് സോൾ പർപ്പസ് ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ്, കാണുമ്പോൾ അറിയാൻ സാധിക്കും. ഒരു ഇന്നർ പീസ് കിട്ടും നമുക്ക്. അപ്പോൾ ഒരുപാട് റീബർത്ത് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. ആ ഒരു ചേഞ്ച് ഇപ്പോൾ ഇത് പറഞ്ഞു നാളെ ഒന്നങ്ങനെ വരുന്നു എന്നല്ല, അതിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇനി വരുന്നത് 1/1 പോർട്ടലാണ് വരുന്നത് ആഫ്റ്റർ 8 days അല്ലേ. ഫസ്റ്റ് പോർട്ടൽ 2025 ആദ്യത്തെ പോർട്ടലാണ്. ക്രിസ്മസ് അത് കഴിഞ്ഞ് ന്യൂ ഇയർ അല്ലേ. അപ്പോൾ ആ ഒരു പോർട്ടലിൻ്റെ എനർജീസും സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാം കളക്റ്റീവായിട്ട് ഈ ഒരു മന്ത് ഒരുപാട് എൻഡിങ്സ് ബിഗിനിങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക, ഒരുപാട് ഹീൽ ചെയ്യുക. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കി, അഡിക്ഷൻ പ്രത്യേകിച്ച് ഒരു സുഖവും തരില്ല. അത് കൂടുതൽ ഹാപ്പിനെസ് അല്ല, അത് കൈൻഡ് ഓഫ് നമ്മളെ കൂടുതൽ എന്തിനും അടിമയാക്കുന്ന പോലെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളിൽ സ്വയം കണ്ടൻറ്റ് ആവുക, ഹാപ്പിനെസ് കണ്ടുപിടിക്കുക, എനർജി ഉയർത്താൻ നോക്കുക, വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. മാജിക് പ്രാക്ടീസൊക്കെ ഒന്ന് കൈൻഡ്ലി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്തത് കൊണ്ട് ഒരു നഷ്ടവും വരില്ല. ലൈഫ് ഇമ്പ്രൂവ് ആവുള്ളൂ, ലൈഫിൽ മാജിക്ക് വരും. അത് ചെയ്ത് നോക്കിയാലാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ ചിലർക്കത് ചെയ്ത് നോക്കാതെ തന്നെ ഒരു ജ്യൂസ് കുടിച്ചു, കണ്ടപ്പോൾ തന്നെ അത് ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെയാണ്. പക്ഷെ അത് കുടിച്ച് നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കും. പണ്ട് ഞാൻ ബീട്രൂട്ട് കഴിച്ചിരുന്നില്ല, അമ്മ എങ്ങനെയൊക്കെ നോക്കിയാലും ഞാൻ കഴിക്കില്ല. കാരണം എനിക്കെന്തോ അതിനോട് വലിയ ഇൻട്രസ്റ്റ്, എന്തോ ഒരു ഇഷ്ടമില്ല. ഞാനിതിപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 കൊല്ലമായിട്ടാണ് ബീട്രൂട്ടിൻ്റെ ഉപ്പേരി കഴിക്കാൻ തുടങ്ങിയത്. കാരണം ബീട്രൂട്ട് കാണുമ്പോൾ തന്നെ എനിക്ക്, പക്ഷെ അത്രയും ക്വാളിറ്റി അല്ലെങ്കിൽ അത്രയും വൈറ്റമിൻസും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബ്ലഡിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇത് ഭംഗി വയ്ക്കും, കളർ വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ലതാണ് ഹെൽത്തിന്. പക്ഷെ ഇപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ആദ്യം ഒരു ഹെസിറ്റേഷനാണ്. അപ്പോൾ ആ ഹെസിറ്റേഷൻ മാറ്റി വെച്ചിട്ട് മാജിക് പ്രാക്ടീസസ് ചെയ്യുക. ഹീലിങ്സ് വേണ്ട, ഒരു മടി കൂടാതെ ഹീലിങ്സ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സോളിനുള്ള ഫുഡാണ് ഹീലിങ്സ് എന്ന് പറയുന്നത്. ഞാൻ പറയാം, ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് ഡോക്ടറിൻ്റെ ആ ഒരു മെഡിസിനിലുള്ള എഫക്റ്റും ഹീലിങ്ങിൻ്റെ എഫക്റ്റും ഡിഫറൻസ് നന്നായി പറഞ്ഞുതരാൻ സാധിക്കും. ഹീലിങ്സിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഹീലിംഗിന് ഒരു സൈഡ് എഫക്ട്സ് ഇല്ല. നിങ്ങളുടെ സോളിന് ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മാറിപ്പോയി നിങ്ങൾ ഭയങ്കര ഒതൻറ്റിക് സെൽഫിലേക്ക് എത്തും. ആ ഹീലിങ്സ് നിങ്ങൾ ഉടനെ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. ഒരു പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ മെഡിസിനിൽ ഇപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്, അതിനൊക്കെ സ്റ്റീറോയിഡ്സ് പോലത്തെ മരുന്നുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് തടിച്ച് നിങ്ങൾ കണ്ടിട്ടില്ല, ചെറിയ കുട്ടികളൊക്കെ തടിച്ച് അതെന്താ ഈ സ്റ്റീറോയിഡ്സ് കഴിക്കുമ്പോഴൊക്കെയാണ് പല അസുഖങ്ങളിലും എല്ലാത്തിനും സൈഡ് എഫക്ട്സ്. കാരണം നിങ്ങളൊരു കുഞ്ഞ രോഗത്തിന് കഴിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ സൈഡ് എഫക്ട്സ് ചിലപ്പോൾ തലവേദനയായിട്ടോ വയറിന് ഡൈജഷൻ പ്രോബ്ലംസൊക്കെ ആയിട്ടോ, കാരണം ഡോക്ടർ ആയതുകൊണ്ട് അറിയാം സൈഡ് എഫക്ട്സ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ മെഡിസിൻസ്, ഞാൻ എപ്പോഴും മെഡിസിൻസിനേക്കാളും ഇമ്പോർട്ടൻസ് ഹീലിങ്സ് ചെയ്യാനാണ് പറയാം. എന്തോ ഹീലിങ്സ്, ക്യാൻസർ വരെ, ബ്രെയിൻ ട്യൂമർ വരെ നോ തോട്ട് മെഡിറ്റേഷനിലൂടെ മാറിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ചോദിക്കുക എന്തിനാണ് മെഡിസിൻസ്. അപ്പോൾ 3D ആയിട്ട് ആൾക്കാർ ചിലവർക്ക് മെഡിസിൻസ് കഴിച്ചാലേ മാറും എന്നുള്ള വിശ്വാസം. ബിക്കോസ് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ
ആഫ്റ്റർ ഞാൻ പറയുകയാണ് ഹീലിങ്സ് എടുക്കുക. ഒരുപാട് BP ഉള്ളവരൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലത്തെ ഓരോ പ്രോബ്ലംസ് അതൊന്ന് ഹീൽ ചെയ്ത് അതിനെ ആ ഒരു ബലൂൺ ടെക്നിക്കിലൂടെ കളഞ്ഞാൽ സബ് കോൺഷ്യസ് ഹീലിംഗ് ലെവൽ 2 ബലൂൺ ടെക്നിക്ക് ഉണ്ട്. അത് റിലീസ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ പോകുന്ന കാര്യങ്ങൾ. സബ് കോൺഷ്യസ് ലെവൽ 2 അഡ്വാൻസിൽ ഇന്ന് വെച്ചാൽ ഡീപ്പറായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബലൂൺ ടെക്നിക്സ്, റിവേഴ്സ് ടെക്നിക്സ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഹോപ്പനപ്ര ടെക്നിക്സ് ഉണ്ട്, കോഫി മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്, 101 വേയ്സ് 101 വഴികൾ ടു റേസ് യുവർ വൈബ്രേഷൻസ്. ഓരോ ദിവസം 11 പോയിൻറ്റ്സ് വെച്ച് ഞാൻ ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അഡ്വാൻസ്ഡ് ജോയിൻ ചെയ്ത കുട്ടിക്ക്. അതുപോലെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ലെവൽ 2 FTBA. അത് നല്ലതാണ്. ഞാനത് ചെയ്തപ്പോഴൊക്കെ തോന്നുന്നു എൻ്റെ കരിയറിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നത്. കാരണം നമുക്ക് ഓൾറെഡി ഒരു കാര്യത്തിലേക്ക് FTBA ഫീലിങ്സ്, തോട്ട്സ്, ബിലീഫ്, ആക്ഷൻ നമുക്കൊരു ഇതുണ്ട് ലൈക്ക് ഇത് ഇങ്ങനെയൊക്കെയാണെന്ന്. ആ ഒരു 4 കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാര്യം ചേഞ്ചായി. ഈസി ആയിട്ട് കരിയർ ബ്ലോക്കുള്ളവർക്കൊക്കെ മണി ബ്ലോക്സുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഇതാക്കാം. FTBA ഇമോഷണൽ ട്രാക്കർ, ഓരോ മണിക്കൂറും ട്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഡീപ്പർ ലെവൽ സൈക്കോളജിക്കൽ ലെവലിലുള്ള ടെക്നിക്സുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീലിങ്ങിലേക്ക് പോവുക, ഹീൽ ചെയ്യുക. സപ്പോർട്ട് വേണ്ടവർക്ക് സപ്പോർട്ട് എടുക്കുക. നമ്മൾ ലൈവ് റീഡിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട് ആസ്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഈ ഹെൽപ്പ് എന്ന് പറയുന്നത് പൈസ മാത്രമല്ല, ഹീലിങ്ങിൻ്റെ ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഹീലിങ്സ് വേണ്ടോട്ട് ഹീലിങ്സ് എടുക്കുക. സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസിന് കൺസിസ്റ്റൻ്റാണ് നിങ്ങൾ ഒരു അതോ ചെയ്ത് കൊണ്ടുപോകുക. നിങ്ങൾ എങ്ങനെയും നിങ്ങൾ സോളിനുള്ള ഫുഡാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. ആ ഒരു വിസ്ഡം അത് കൊടുത്തുകൊണ്ടിരിക്കുക. ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ഈസി ആയിരിക്കും. എന്ന് കരുതി ലൈഫിൽ ചലഞ്ചസ് വരും എന്നില്ല. നിങ്ങൾ എഴുതി വെച്ചിട്ട് സോൾ കോൺട്രാക്ട് നിങ്ങൾ തന്നെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് വേറെ ആൾക്കും കുറച്ച് നേരം ഈ റോളൊന്ന് പ്ലേ ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോ പാരൻസിനോ കൊടുക്കാൻ സാധിക്കില്ല. അത് മാത്രം നമുക്ക് കടം വാങ്ങാൻ സാധിക്കില്ല, കടം കൊടുക്കാനും പറ്റില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ അതാണ്. പിന്നെ ഒരു കുഞ്ഞൊരു കാര്യം പറയാനുണ്ട്. ഇന്നൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് റീഡിങ്സിന് വരുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസോ നമ്പേഴ്സോ ഒന്നും ആർക്കും കൊടുക്കുകയോ ചെയ്യില്ല. റീഡിങ്സ് കഴിഞ്ഞ് നമ്പർ ഡിലീറ്റ് ചെയ്തിപ്പം ടാരോ കോഴ്സൊക്കെ വന്നവരാണെങ്കിൽ അത് കഴിഞ്ഞ് അവരെ ചാറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഞാൻ വെക്കാറില്ല, കീപ്പ് ചെയ്ത് വെക്കാറില്ല. അതുകൊണ്ട് ഞാൻ ആർക്കും അയച്ചു കൊടുക്കുകയോ അങ്ങനെ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഹീലേഴ്സിന് കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. എന്നൊരു കുട്ടിക്ക് മെസ്സേജ് വന്നു എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സ്പിരിച്വൽ ഗ്രൂപ്പിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ സ്പിരിച്വൽ ഗ്രൂപ്പ്സ് ഒന്നുമില്ല. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടായിരുന്ന അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ. അപ്പോൾ അങ്ങനെയൊന്നും നമ്പേഴ്സ് കൊടുക്കുക ഒന്നും ചെയ്യില്ല. ഇനി അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രാക്ടീസസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് ചോദിക്കാം ഇത് ഫേക്ക് ആണോ റിയൽ ആണോ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ബ്ലോക്ക് ചെയ്യുമോ എന്താ വെച്ചാൽ ചെയ്യുക കേട്ടോ. എൻ്റെ ചാനലിൽ നിന്നൊന്നും അങ്ങനെ നിങ്ങളുടെ ആരും നമ്പറും ഞാൻ കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ഒക്കെ നെഗറ്റീവ് അറ്റാക്സ് പോലത്തെ ടീംസുകാർ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക. ബി അവെയർ. വീക്കായിട്ടുള്ള എനർജീനെ പെട്ടെന്നൊരു അവർക്ക് തോന്നും ഇവരെ അതൊന്ന് പറ്റിക്കാം. കാരണം നമ്മൾ പേടിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫിയർ ഫാക്ടറുള്ള പേഴ്സൺസ് ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ പെട്ടുപോകും. അല്ലാത്തവർ ചിന്തിക്കും യെസ് ഇതൊരു ഫേക്ക് ആണല്ലോ. അപ്പോൾ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ പോകുകയാണ് ചെയ്യുക. അപ്പോൾ ഫേക്കായിട്ട് വരുന്ന മെസ്സേജസ് ഞാൻ എൻ്റെ ചാനലിൽ നിന്നും അങ്ങനെ ഒരു ചാനലിൽ നിന്നും കൊടുക്കില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ നിന്നും അങ്ങനെ ഒന്നൊരു ഗ്രൂപ്പ് പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് ഹീലിങ്ങിന് ആക്കുന്നത് മാക്സിമം 2 പേരിനപ്പുറം ഞാൻ വെക്കാറില്ല. ചിലവർക്ക് 1-to-1 സെഷനായിട്ടാണ് ഹീൽ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ അവിടെയൊന്നും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. പക്ഷെ അങ്ങനെ എല്ലാവരും ഹീലിങ്ങിന് വേണ്ടി വന്ന് അങ്ങനെ പോകുന്നു എന്നുള്ള ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊരു കണക്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഒരിക്കലും കൊടുക്കില്ല. നിങ്ങൾ ഡീറ്റെയിൽസും കൊടുക്കില്ല, ഒന്നും കൊടുക്കാറില്ല. ഓക്കെ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ഞാനാവില്ല. ഇനിയിപ്പോൾ പേയ്മെൻറ്റൊക്കെ ചോദിക്കുക ഒന്നും ചെയ്ത് കൊടുക്കല്ലേ. ഞാൻ അതിൻ്റെ ഒന്നും ഏറ്റെടുക്കില്ല കേട്ടോ. ഓക്കെ. സോ അതൊക്കെ നിങ്ങൾക്കുള്ള ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ ടെസ്റ്റാണ്, ഡിവൈൻ്റെ ടെസ്റ്റാണ്. അതും മനസ്സിലാക്കുക. അത് നന്നായി ഹീൽ ചെയ്യാൻ പറയുന്നത്. പല രീതിയിലും മായ വരും, മായയിലൊന്നും വീഴാതിരിക്കുക. ബി കെയർഫുൾ. ഓക്കെ. നന്നായിട്ട് എൻജോയ് ചെയ്യുക. സെലിബ്രേഷൻ ചെയ്യണവർ സെലിബ്രേറ്റ് തന്നെ ചെയ്യാം. എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് വരുമ്പോൾ കുഞ്ഞ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക. കുഞ്ഞ് കേക്ക് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങിയിട്ടോ മിഠായി വെച്ചിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്തത് എപ്പോഴും വൈബ്രേഷൻസ് എന്താ പറയുക പെർമനൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുക. സബ് കോൺഷ്യസ് ഏറ്റെടുക്കുക. ഇത് സെലിബ്രേറ്റ് ചെയ്യണം. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ലൈഫിൽ കൊടുക്കട്ടെ എന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുന്നത്. സോ ഞാനെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ വീട്ടിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് സെലിബ്രേഷന് തന്നെ എപ്പോഴും മൊമെൻറ്റ്സ് വരാറ്. അപ്പോൾ അതിനൊന്നും പൈസ പോകും അങ്ങനെയൊന്നും ചിന്തിക്കില്ല. പൈസ എവിടെയും പോകുന്നില്ല. മനസ്സിലായോ? അതൊരു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡാണ് ഏറ്റവും വലിയ വില്ലൻ. അതിനെ നിങ്ങൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങൾ ലൈഫിൽ വിജയിക്കും. അത് വീക്കായിരിക്കുമ്പോഴാണ് നിങ്ങളെ കോൺഷ്യസ് മൈൻഡ് കയറി മുകളിൽ നിൽക്കുന്നത്. അതാണ് നിങ്ങളെ കൂടുതൽ മൈൻഡ് പ്ലേയിലേക്ക് കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾക്കൊരു ഹീലിങ്സ് വേണമെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിംഗ് ലെവൽ 1 ലെവൽ 2 ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോ കോഴ്സ് നെക്സ്റ്റ് ബാച്ച് 6th ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വരാം. അപ്പോൾ സ്റ്റുഡൻസ് അധികം ഉണ്ടെങ്കിൽ സൂമായിട്ടോ വീഡിയോ ക്ലാസ് ആയിട്ട് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് പേഴ്സൺസ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഉണ്ട്. അകലെ നിന്നിട്ട് നിങ്ങളെ പെറ്റ്സോ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആ പേഴ്സണ് ഒരുപാട് പേർക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സർവീസസ് സോൾ പർപ്പസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒരിക്കലും പൈസ പോകുമെന്ന് വിചാരിക്കേണ്ട. ഹീലിംഗ് ആയിട്ട് നമ്മൾ ഈ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സ്റ്റേജിലേക്ക് എന്നെ കൊണ്ടുവന്നത്, അത് ആ യൂണിവേഴ്സിൻ്റെ ഒരു പവറാണ്. അപ്പോൾ ഡിവൈൻ അവിടെ ഉണ്ട്. ഡിവൈൻ ഫെമിനിൻ ആയ ഡിവൈനും ഉണ്ട്, ഡിവൈൻ ഫെമിനിനും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹീലിങ്സും ലൈഫ് ലോങ് നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. നിങ്ങളുടെ മണി ബ്ലോക്കേജസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ മണി ബ്ലെസ്സിങ്സ് ആയിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു. അപ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക. ക്രിസ്മസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഓക്കെ. സോ താങ്ക് യു.